ഹലോ എവ്രി വൺ. ഇത് മറ്റൊരു മൂവി റിവ്യൂമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സിനിമ പ്രകമ്പനം ഇപ്പോൾ ജസ്റ്റ് ഒ ടി ടിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പ്രകമ്പനം. ഞാൻ കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഈ സിനിമ കാണാനുള്ള ഒരു ഇടയായത്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു ആവറേജ് ഫിലിമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. കോക്കിൻ്റെ റിവ്യൂ വളരെ എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും ചിരി എന്നൊക്കെ പറയും, ഹ്യൂമർ, ഒരു ഹൊറർ ജോൺറ അല്ല കോമഡി ഹൊറർ ജോൺറയിൽ വന്നിട്ടുള്ള മൂവിയാണ്. പക്ഷേ ഈ മൂവി ഞാനത് കണ്ടപ്പോൾ എനിക്ക് അത്രത്തോളം അത് വർക്കായില്ല. ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം. കാരണം ജസ്റ്റ് ഒരു രോമാഞ്ചം, ജസ്റ്റ് ആ സിനിമയുടെ ഒക്കെ ഒരു ചെറിയൊരു ഇത് വന്നു. ഇപ്പം തന്നെ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് കയ്യടി നേടിയിട്ടുള്ളത് സാഗർ സൂര്യയാണ്. ഗണപതിയൊക്കെ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നി. സിനിമ ജസ്റ്റ് കണ്ടിരിക്കാം, എന്നാലും ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ പോലെ തോന്നി. സോ ഈ സിനിമയുടെ ഒരു ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ, 2026 റിലീസ് ചെയ്ത സിനിമ ഹൊറർ കോമഡി ജോൺറയിൽ വരുന്ന മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് വിജേഷ് പനന്തൂറാണ്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ടുള്ള ഒന്ന് ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ എന്നിവരാണ്. അപ്പോൾ ഈ ഫിലിം ഫോളോസ് 3 friends is in an Ernakulam hostel whose lives ബൈ എ വെഞ്ച്ഫുൾ എൽഡർലി സ്പിരിറ്റ്. അതായത് ഇതിൽ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഒരു പ്രായമുള്ള ഒരു അമ്മൂമ്മ, ഒരു തറവാട്, ഒരു കണ്ണൂർ ജില്ലയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ, അവർ ദൈവത്തിനൊന്നും വിശ്വസിക്കുന്നില്ല, മറ്റുള്ള ആചാരങ്ങളൊന്നും വിശ്വസിക്കാത്ത, പക്ഷേ ഈ അമ്മൂമ്മ എല്ലാത്തിലും വിശ്വസിക്കുന്ന ഒരാൾ. ഓക്കെ, പക്ഷേ ഇതിൽ അവരുടെ ചിതാഭസ്മം ഒരു ചെറിയ മൂക്ക് പൊടിയിൽ എന്ത് ചെയ്യുന്നു, ചിതാഭസ്മം ആ തറവാട്ട് വീട്ടിലെ ഒരു പയ്യൻ എറണാകുളത്ത് കോളേജിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു അമ്മയുടെ ചിതാഭസ്മം മൂക്കുപൊടിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. അത് നേരെ കോളേജ് ഹോസ്റ്റലിൽ എത്തുമ്പോൾ അവിടെ നിന്നും അറിയാതെ അവരുടെ ഫ്രണ്ട് ഈ ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ ഫ്രണ്ട് അത് മൂക്ക് വലിക്കുകയും, പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻ, മൂക്ക് വലിച്ചതിന് ശേഷം സംഭവിക്കുന്ന ആ ഒരു ബാധ അല്ലെങ്കിൽ പ്രേതം ഇതിലേക്ക്, ഈ മൂക്കിൽ വലിച്ച സാഗർ സൂര്യയിലേക്ക് എത്തുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളൊക്കെയാണ്, ഒരു എക്സോസിസ് ഒക്കെയാണ് ലാസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ സംതിങ് ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ദാറ്റ്സ് മൈ ഓവറോൾ ഒപ്പീനിയൻ ഓൺ ദിസ് മൂവി പ്രകമ്പനം.